ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആ ലൊക്കേഷൻ പോയിന്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, നീ എന്ത് മാനേജർ എന്ന് പറഞ്ഞ? നീ ഫിനാൻഷ്യൽ മാനേജറോ? നീ പത്തി പഠിച്ചിട്ടുണ്ടോ? എടാ പോടാ അവിടുന്ന്. ബ്രാഞ്ച് എവിടെയാണ് വരുന്നത്? കമ്പനി എവിടെയാ? ഇല്ല, അറിയില്ല. ഈ വീഡിയോ കാണുന്ന മലയാളികളായിട്ടുള്ള ആരെങ്കിലും കംബോഡിയയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പിൻ ചെയ്തു തരാം. കറക്റ്റായിട്ട് ഞാൻ ലൊക്കേഷൻ എന്ത് ചെയ്യാം, ഈ ഡിസ്ക്രിപ്ഷനകത്ത് പിൻ ചെയ്തു തരാം. അവിടെ എന്താണ് നടക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക, അന്വേഷിക്കുക. മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പല പരസ്യങ്ങളും OLX-ലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഗൂഗിളിലും അടക്കം പല പ്ലാറ്റ്ഫോമിലും വരുന്നുണ്ട്. അങ്ങനെ പരസ്യം കണ്ടുകൊണ്ടാണ് ഇവരിവിടെയുള്ള ഈ സ്ഥലത്തുള്ള മനുഷ്യക്കടത്ത് തന്നെ പറയണം, മനുഷ്യക്കടത്ത് വഴി ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. നമസ്കാരം. സീരിയസ് ആയിട്ടുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമേ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തേണ്ട ഒരു അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സൈബർ സ്കാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതായത് സൈബർ തട്ടിപ്പിൽ എങ്ങനെ പോയി നമ്മൾ വീഴുന്നു, എങ്ങനെ രക്ഷപ്പെടാം, ഈ ലോൺ ആപ്പുകളെ കുറിച്ചുള്ള വീഡിയോസ്, അങ്ങനെ ഒരുപാട് വീഡിയോസ്, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല തട്ടിപ്പുകളെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുന്നു. നന്ദിയുണ്ട് തീർച്ചയായിട്ടും. അപ്പം നമ്മൾ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ചെയ്തിട്ട് വീഡിയോ കാണുക. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോൺ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. നീ എന്ത് മാനേജർ എന്ന് പറഞ്ഞ? നീ ഫിനാൻഷ്യൽ മാനേജറോ? നീ പത്തി പഠിച്ചിട്ടുണ്ടോ? എടാ പോടാ അവിടുന്ന്. ബ്രാഞ്ച് എവിടെയാണ് വരുന്നത്? കമ്പനി എവിടെയാ? ഇല്ല, അറിയില്ല. ഞാൻ എവിടെ അടച്ചു എമൗണ്ട്? പൈസ അടച്ചില്ലേ? ഇല്ല. എടാ അതില് ഒരു തട്ടിപ്പുകാരൻ, മലയാളിയായിട്ടുള്ള ബാങ്കിങ് ഉദ്യോഗസ്ഥരെ പോലും വെല്ലുന്ന രീതിയിൽ കബളിപ്പിക്കാൻ പറ്റിയ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തട്ടിപ്പുകാരൻ ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് കണക്ട് ആകുകയും, അതായത് ഇവര് ഫേസ്ബുക്ക് വഴി കോൺടാക്ട് ചെയ്യുന്നു, ലോൺ ആവശ്യപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് അയക്കുന്നു, തിരിച്ച് ലോൺ തരാമെന്ന് പറയുന്നു, ഇത്ര അടവ്, ഇത്ര EMI, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് ലോൺ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും ചോദിക്കുന്നില്ല. സാധാരണ സ്കാമിനകത്ത് അഡ്വാൻസ് പേയ്മെന്റ് ചോദിക്കും. ഒരു കമ്പനിയുടെ പേര് പറയുന്നു, ഇന്ന കമ്പനിയാണ്, ബാംഗ്ലൂർ ആണെന്ന് പറയുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് പ്രൊഫഷണൽ ആയിട്ട് തട്ടിപ്പിലേക്ക് നയിക്കുന്നു. അങ്ങനെ ലോൺ എമൗണ്ട് പാസ്സായി ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ഈ വീട്ടമ്മ നോക്കുമ്പോൾ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല. പിന്നെ ഈ വ്യക്തി പറയുന്ന കാര്യം, അടിച്ചു കൊടുത്ത ഡീറ്റെയിൽസ്, അതായത് ഈ വിക്ടിമാകുന്ന വ്യക്തി, തട്ടിപ്പിന് ഇരയാകുന്ന വ്യക്തിയാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ആ ഡീറ്റെയിൽസിനകത്ത് ബാങ്കിങ് അക്കൗണ്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് മിസ്മാച്ച് ആയതല്ല, അത് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഈ വീട്ടമ്മ ഈ പറഞ്ഞ രീതിയിൽ ഈ സ്കാമിന് ഇരയായി പോവുകയാണ്. എന്നിട്ട് പറയാണ്, ഇൻവെസ്റ്റർ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു ഓൾറെഡി. അപ്പം നമ്മുടെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, അത് പോയി പെട്ടിരിക്കുന്നത് നിങ്ങൾ അക്കൗണ്ട് നമ്പർ തെറ്റിച്ചടിച്ചത് കൊണ്ട് ഒരു സ്കാമറുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പൊ ഇൻവെസ്റ്റർ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് കംപ്ലൈന്റ് ആയിട്ട് ബാങ്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തകരാറിലായി പോകും, കോടതി ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി. ഒരു വയ്യാത്ത സ്ത്രീയായിരുന്നത്. ഭയപ്പെടുത്തി അവരെ കയ്യിൽ നിന്ന് ഏകദേശം 85,000 രൂപയോളം ആദ്യം മേടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞു, TDS, അത് ഇത് മറ്റൊന്ന് മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 1 ലക്ഷത്തിന് മേളിൽ എമൗണ്ട് മേടിച്ചു. ഇവിടെ വർക്കൗട്ട് ആവുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നിന്നൊരു 10,000 പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 10,000 ഇറക്കും. അതാണ് ഈ സ്ക്രിപ്റ്റിന് ആധാരമായിട്ടുള്ള സംഭവം. അപ്പൊ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആൾക്കാർ എവിടെ നിന്നാണ് തട്ടിപ്പ് നടത്തിയെന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ആ തട്ടിപ്പുകാരനുമായി നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും നിങ്ങളൊന്ന് കേട്ടിട്ട് വരിക. അവൻ തട്ടിപ്പുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം മുതൽ അവൻ തെറിയാണ്. പച്ചയ്ക്ക് മലയാളത്തിൽ നല്ല പച്ചത്തെറി പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഒരുപാട് ബീപ്പ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടോളൂ. ആ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. ഇവൻ പിന്നെ ഒരു വ്യാജ വെബ്സൈറ്റ് എനിക്ക് അയച്ചു തരികയാണ്. കണ്ടോ, ഇതാണ് കമ്പനിയുടെ പേര്. എൻഫ്യൂഷൻ, കർണാടകയിലെ ബാംഗ്ലൂരിലാണ് ആസ്ഥാനം. ഇത് കുറഞ്ഞത് 50,000 മുതൽ പരമാവധി 5 ലക്ഷം വരെ വായ്പ നൽകുന്നുണ്ട്. നിങ്ങൾ 9 മാസം മുതൽ 42 മാസം വരെ തിരിച്ചടവ് കാലയളവ് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽസ് അയച്ചു. എന്നിട്ട് അവൻ്റെ ഒരു ലിസ്റ്റ് അയച്ചു തന്നു. ഇതാണ് ലിസ്റ്റ്. ഓഡിറ്റ് മാനേജറുടെ നമ്പർ എനിക്ക് അയച്ചു തന്നു. ഇനിയാണ് കോമഡി കേട്ടോ.
ചെക്ക് ചെയ്തു സാറേ. ഈ നമ്പറിലെ വാട്സപ്പ് ഉണ്ട്, ഈ നമ്പറിൽ കൂടെ ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യേ. നോക്കിയോ, ഞാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. ഈ നമ്പർ ആരാ നിങ്ങൾക്ക് കാണണ്ടേ എന്തായാലും. കണ്ടോ, അതിലും വലിയ സംഭവമാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ, ENF സോഫ്റ്റ്ടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊരു വോയിസ് ഇവർ ഫോർവേഡ് ചെയ്ത് തന്നു. ആ ഫോർവേഡ് ചെയ്ത വോയിസ് അപ്രൂവ്ഡ് ആണ് നിങ്ങളുടെ ലോൺ എന്ന് പറയുന്നുണ്ട്. അതിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ മിസ്റ്റർ സ്റ്റീവ് ഫിലിപ്പ് അയച്ച ഓഡിയോ ആണ് എന്ന് പറയുന്നുണ്ട്. സ്റ്റീവ് ഫിലിപ്പ് കൊണാണ്ടർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. മെസ്സേജ് അയക്കുന്നത് ലാസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലെ ബാക്കി ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരണം. അയ്യോ, ഹലോ, അതിനകത്ത് അക്കൗണ്ട് നമ്പർ 6 ആണ് കിടക്കുന്നത് ലാസ്റ്റേ. ആണോ? ഞാൻ നോക്കിയായിരുന്നു, ഞാൻ മൊബൈലിൽ നോക്കിയായിരുന്നു. ഹലോ, ആരാണ്? പറഞ്ഞോളൂ. സ്റ്റീവ് ആണ് സാറേ, ഫിനാൻസിൽ വിളിക്കുവാണ്. വിളിക്കുന്നു പറഞ്ഞത് മേഡം പറഞ്ഞല്ലേ വിളിക്കുമെന്ന്. അപ്പൊ സാറിന് ഡീറ്റെയിൽസ് ഇല്ലേ സാർ? ഈ ഫില്ല് ചെയ്താലോ സാർ അക്കൗണ്ട് നമ്പർ? ഞാൻ തന്നെ ഫില്ല് ചെയ്തേ. സാറിന് ഡീറ്റെയിൽസ് മിസ്റ്റേക്ക് ആണ് സാർ. ഇപ്പൊ ബാങ്കിൽ തന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഈ എമൗണ്ട് തിരിച്ച് റിട്ടേൺ വന്നിട്ട് നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുവാണ് ഇൻവെസ്റ്ററിന്റെ. ബിസിനസ് ആണല്ലോ അറിയാമല്ലോ സാറ്. മേഡം പറഞ്ഞ സാറിന് ബിസിനസ് അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ബ്ലോക്ക് ഇഷ്യൂ വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ സാറ്? ഗൂഗിൾ പേയിൽ സാർ ചെയ്തത്? അതെ അതെ, ഗൂഗിൾ പേ ചെയ്തേ. അതന്നെ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൽ നിന്നാണ് സാറിന് ഫണ്ട് അയച്ചു തന്നത്. ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എമൗണ്ട് നമ്മുടെ ബ്ലോക്ക് ആയിട്ടിരിക്കുവാണ് സാർ. തിരിച്ചു കിട്ടണം. അത് അക്കൗണ്ട് ഹോൾഡർ നെയിം ഒന്നും കാണിച്ചിട്ടില്ല അയച്ചപ്പോ. കാണിച്ചിട്ടില്ല. ഓക്കെ. നമ്മൾ ഫണ്ട് അയക്കുമ്പോൾ കാണിക്കുന്നതാണ്. സാറിന്റെ കാണിക്കുന്നതാണ് എമൗണ്ട് അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബാങ്കിന്റെ സൈഡിൽ. പിടിച്ചു വെച്ച്. അപ്പോൾ ഓൾറെഡി അത് ക്രെഡിറ്റ് ആയിട്ടില്ല, എവിടെയും ക്രെഡിറ്റ് ആയിട്ടില്ല അല്ലേ? ഇല്ല, റിട്ടേൺ അതിന് ബ്ലോക്ക് ആയിട്ടിരിക്കുവാണ് സാർ. അതല്ലേ ക്രെഡിറ്റ് ആവാൻ സാറിന് അറിയത്തില്ല കമ്പനിയോടാണ്. കമ്പനി എവിടെയാ? ഇല്ല, അറിയില്ല. സാർ ഇത്ര എമൗണ്ട് തന്നെ സാർ അടച്ചത്. കമ്പനിയുടെ പേര് അറിയാവോ? ഞാൻ എവിടെ അടച്ചു എമൗണ്ട്? സാറ് പൈസ അടച്ചില്ലേ? ഇല്ല സാർ, പൈസ അടച്ചിട്ടില്ല. ഇല്ല, അടച്ചിട്ടില്ല. അപ്പൊ ശരി സാർ എന്നാ. നിങ്ങൾ ഉടായ്പാന്ന് എനിക്ക് അറിയാലോ. ഉടായ്പ സാർ മനസ്സിലായി. ഞാൻ ബാങ്കിൽ വിളിക്കാൻ പറയാം സാറിനെ. ഇനി എന്നെ വിളിക്കണ്ട കേട്ടോ, കാരണം പെനാൽറ്റി നീ കമ്പോഡിയല്ലേ നിൽക്കുന്നത്. നീ എങ്ങനെ ബാങ്കിലെ മാനേജർ ആവുന്നേ? സാറേ, ബാങ്കിലുമായതല്ല. ഞാൻ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കമ്പനിയിൽ, അതായത് നമ്മുടെ ഫിൻടെക് എന്ന് പറയില്ലേ, ഫിൻടെക് കമ്പനിയുടെ. ഫിൻടെക്കിന്റെ ഫിനാൻഷ്യൽ മാനേജർ. നീ കൂടുതൽ കുണക്കാൻ നിൽക്കണ്ട കേട്ടോ. നീ മറ്റുള്ളവരുടെ ഉണ്ടാക്കിയ പോലെ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട നീ. തട്ടിപ്പാന്നാ പറയുന്നത്. അതെ, തട്ടിപ്പാ. നീ നിനക്ക് അയച്ചെന്ന പാൻ കാർഡും ആധാർ കാർഡും തട്ടിപ്പാ. പിന്നല്ലേ തട്ടിപ്പാ. നീ നിനക്ക് അയച്ചെന്ന പാൻ കാർഡും ആധാർ കാർഡും തട്ടിപ്പാ. പിന്നല്ലേ. ഹലോ, തട്ടിപ്പാന്നല്ലേ സാർ പറഞ്ഞു? അതെ. എന്തിനാ വെക്കുന്നേ? തട്ടിപ്പാണോ നീ? എടാ നീ പോടാ. നീ എവിടെ? കംബോഡിയയിലാണുള്ളേ? ബാംഗ്ലൂരാണോ? നീ പറഞ്ഞ ചെന്നൈ ആണെന്നുള്ള പറഞ്ഞ ആദ്യം. ബംഗർ നിന്റെ മോനെ. എടാ നീ തട്ടിപ്പല്ലേ. നിനക്ക് അയച്ചു സാധനം മൊത്തം ഫേക്കാടാ. ആധാർ കാർഡും പാൻ കാർഡും നിന്റെ സെൽഫി ഫോട്ടോ എല്ലാം ഫേക്കാടാ. നിനക്കത് സ്ക്രീൻഷോട്ടും ഫേക്കാടാ. നീ എന്ത് മാനേജർ എന്ന് പറഞ്ഞു? നീ ഫിനാൻഷ്യൽ മാനേജറോ? നീ പത്തി പഠിച്ചിട്ടുണ്ടോ? എടാ പോടാ അവിടുന്ന്. നീ കാണിക്കാൻ വാ ഇങ്ങോട്ട്. നിങ്ങൾ അവന്റെ സംഭാഷണം കേട്ട് കാണും. പ്രൊഫഷണലായിട്ട് വീഴ്ത്താനുള്ള കഴിവ് അവനുണ്ട്. അതുപോലെ തന്നെ പച്ചക്ക് തെറി വിളിക്കാനുള്ള കഴിവ് അവനുണ്ട്. ഇവൻ എവിടെ നിന്നാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവരെ ട്രാക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഡീറ്റെയിലൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് കാര്യങ്ങളൊക്കെ പറയാം. കാരണം ഇത് ഇവർക്ക് മനസ്സിലാകും നമ്മൾ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇവർ ലൊക്കേഷൻ എടുക്കുന്നത് ഇവർക്ക് മനസ്സിലാവും. ആക്ച്വലി വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആ ലൊക്കേഷൻ പോയിന്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കംബോഡിയ. കണ്ടോ, ഇത് കംബോഡിയൻ രാജ്യത്താണ് ഈ സ്കാം നടക്കുന്നത്. സ്കാം നടത്തുന്നത് അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ ക്രൈം സിറ്റീസ് ഉണ്ട്. എക്സാക്ട് ലൊക്കേഷനാണിത്. അതായത് മറ്റൊരു വിക്ടിമാകാൻ പോകുന്ന വ്യക്തിയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ലൊക്കേഷൻ ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ വ്യക്തിയോട് പറഞ്ഞു എങ്ങനെ ഞങ്ങളുടെ ലൊക്കേഷൻ കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു ആ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കാൻ, ഡീറ്റെയിൽസ് പറയണ്ടെന്ന് പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യും. അതവിടെ നിൽക്കട്ടെ. ഇത് എങ്ങനെയാണ് ഇവൻ കംബോഡിയ എത്തിയത് നിങ്ങൾക്കറിയാമോ? ഇവൻ ഓൺലൈനിൽ ഒരു ജോബ് ഓഫർ കാണുകയാണ്.
പുറത്തൊരു രാജ്യത്ത് ഇത്ര പൈസ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പുറകെ പോയി അങ്ങനെ ഈ സൈബർ ക്രൈം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി പെട്ട് അടിമപ്പണി എടുത്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ത്രില്ല് നമ്മൾ ആനയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ചെറുപ്പത്തിൽ ഒരു ആനയെ തളച്ചു കഴിഞ്ഞാൽ ആ തളയ്ക്കുന്ന കുറ്റി ഉണ്ടല്ലോ, ആ കുട്ടിയാനയ്ക്ക് ഒരിക്കലും കടന്നു പോകാൻ സാധിക്കില്ല. പക്ഷെ ആ കുറ്റിയിൽ തന്നെയായിരിക്കും ആ ആന എത്ര വലുതായാലും തളയ്ക്കുന്നത്. അപ്പൊ ആചാനബാഹുവായി വലുതായിട്ടുള്ള ആ ആന ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുപ്പത്തിൽ തളച്ച ആ കുറ്റി ഇന്നും എനിക്ക് മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെയാണ് നമ്മളൊരു സ്ഥലത്ത് പെട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോവുക എന്നുള്ളതാണ്. അതുപോലെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ത്രില്ലടിച്ചു പോയി. ആൾക്കാരെ പറ്റിച്ചും ആൾക്കാരുമായിട്ട് മോശമായിട്ട് സംസാരിച്ചും സ്ത്രീകളുമായിട്ട് മോശമായിട്ട് സംസാരിച്ചും ഇവര് എന്തായിപ്പോയി, അങ്ങ് ശീലിച്ചു പോയി. ഇതേ ടീം തന്നെ മറ്റൊരു ലേഡിയായിട്ട് ഏകദേശം 10-25 പ്രായം വരുന്ന ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ച സംഭാഷണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേൾപ്പിക്കാൻ പറ്റില്ല. അത്രയും മോശമായിട്ട് വീട്ടുകാരെയും അതുപോലെ തന്നെ ആ സ്ത്രീയെയും മറ്റും വിളിച്ചിട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഒരിക്കലും കേൾപ്പിക്കാൻ പറ്റില്ല. ഞാൻ കേട്ടതാണ്. അപ്പം അങ്ങനെയുള്ള മോശമായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്കും മോശമായിട്ടുള്ള രീതിയിലേക്കും ഇവരെ കൊണ്ട് നയിക്കുന്നത് അവിടെയുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ ബ്രെയിൻ വാഷിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. ഈ വീഡിയോ കാണുന്ന മലയാളികളായിട്ടുള്ള ആരെങ്കിലും കംബോഡിയയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പിൻ ചെയ്തു തരാം. കറക്റ്റായിട്ട് ഞാൻ ലൊക്കേഷൻ എന്ത് ചെയ്യാം, ഈ ഡിസ്ക്രിപ്ഷനകത്ത് പിൻ ചെയ്തു തരാം. അവിടെ എന്താണ് നടക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക, അന്വേഷിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി കയറി ചെല്ലരുത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെയുള്ള സംഘങ്ങൾ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഇത് മറ്റുള്ള രീതികളിലൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്, ഈ ഒരു ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും അറിയാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ചിന്തയുണ്ടാവും, എങ്ങനെയാണ് നമ്മൾ ഇവരുടെ ലൊക്കേഷൻ എടുക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് സഹായിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരെ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് അത് ഇവർക്ക് പോലും അറിയില്ല. നമ്മൾ ട്രാക്ക് ചെയ്ത് എന്നാണെന്നോ എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ പോലും ഇവർക്ക് അറിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല തൽക്കാലത്തേക്ക്, സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ്. ഇതിന്റെ കൂടുതൽ ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും, ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ഈ വീഡിയോ കാണുന്നവർ പറ്റുമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ളത്, ഒന്ന് ഹൈപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ജോബ് ഓഫർ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജോബ് ഓഫർ, മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പല പരസ്യങ്ങളും OLX-ലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഗൂഗിളിലും അടക്കം പല പ്ലാറ്റ്ഫോമിലും വരുന്നുണ്ട്. അങ്ങനെ പരസ്യം കണ്ടുകൊണ്ടാണ് ഇവർ ഇവിടെയുള്ള ഈ സ്ഥലത്തുള്ള മനുഷ്യക്കടത്ത് തന്നെ പറയണം, മനുഷ്യക്കടത്ത് വഴി ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വാണിംഗ് ആയിട്ട് തന്നെ നിങ്ങൾ എടുത്തു. പെട്ടെന്നൊരു ജോബ് ഓഫർ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കംബോഡിയ, വിയറ്റ്നാം, മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് കോൾ സെന്റർ, അതല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ എൻട്രി, അതല്ലെങ്കിൽ ടെലികോളർ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ജോബ് വേക്കൻസികളുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഉടനടി ചാടി പുറപ്പെട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വസ്തനായിട്ടുള്ള ഒരു മലയാളി അവിടെ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് ഇത്ര വർഷം താമസിച്ച് നിങ്ങളെ കുടുംബക്കാരോ അങ്ങനെ സുഹൃത്തുക്കളോ ആയിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള മലയാളികൾ ഉണ്ടെങ്കിൽ മാത്രം അവർ വഴി വരുന്ന വേക്കൻസികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം.